അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, റമളാൻ മാസത്തിൽ ഒരു സത്യവിശ്വാസിയുടെ വികാരം, അവൻ്റെ സംസാരവും അവൻ്റെ പ്രവർത്തനങ്ങളും ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കയറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ രേഖകളെല്ലാം അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നത് റമളാൻ മാസത്തിൽ മാത്രമല്ല. നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും അത് എല്ലാ ദിവസവും, എല്ലാ ആഴ്ചകളിലും, എല്ലാ വർഷത്തിലും അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നുണ്ട്. എല്ലാ വർഷത്തിലും കയറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ റമളാൻ മാസത്തിലെ റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിൽ നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വിധി തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ ഇറങ്ങി വരുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ റമളാൻ മാസത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ശഅബാൻ മാസത്തിലാണ് നമ്മളുടെ അമലുകളെല്ലാം അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നത്. ഇതേപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആഴ്ചയിൽ 2 ദിവസങ്ങളിലായിട്ട്, ഒന്ന് തിങ്കളാഴ്ച ദിവസം, ഒന്ന് വ്യാഴാഴ്ച ദിവസം നമ്മളുടെ അമലുകൾ, നല്ല അമലുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു എന്നതാണ്. സഹോദരങ്ങളെ, ഇതേപോലെ ഓരോ ദിവസവും 2 നേരങ്ങളിലായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ കയറിപ്പോകുന്നുണ്ട്. ഇത് സംബന്ധമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മലക്കുകൾ 2 നേരങ്ങളിലായിട്ട് ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ 2 നേരങ്ങളിലായിട്ടാണ് അവരിറങ്ങി വരുന്നത്. ഒന്ന് ഫജർ സമയത്ത് അവരിറങ്ങി വരും, 2 അസർ സമയത്ത് അവർ ഇറങ്ങി വരും. ഫജർ സമയത്ത് ഇറങ്ങി വരുന്ന മലക്കുകൾ അവർ തിരിച്ച് പോകുന്നത് അസറിൻ്റെ സമയത്താണ്. അസർ സമയത്ത് ഇറങ്ങി വരുന്ന മലക്കുകൾ അവർ തിരിച്ചു പോകുന്നത് പിന്നീട് പിറ്റേ ദിവസം ഫജറിൻ്റെ സമയത്താണ്. ഈ മലക്കുകളോട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് തൻ്റെ അടിയാറുകൾ എന്താണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് സസൂക്ഷ്മം അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിട്ടും ആ മലക്കുകളോട് ചോദിക്കും, ഏത് അവസ്ഥയിലാണ് എൻ്റെ അടിയാറുകളെ നിങ്ങൾ വിട്ടേച്ചു പോകുന്നത് എന്ന്. അന്നേരം ആ മലക്കുകൾ പറയും, നിൻ്റെ അടിയാറുകൾ ഞാൻ പോകുന്ന സമയത്ത് അവർ നമസ്കരിക്കുകയായിരുന്നു. അവർ അതേപോലെ തന്നെ പറയും, ഏത് അവസ്ഥയിലാണ് വിട്ടേച്ചു പോകുന്നത്, വിട്ടേച്ചു പോരുന്ന സമയം അപ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു എന്ന്. അതായത് ഫജറിൻ്റെ സമയത്ത് ഇറങ്ങി വരുന്ന മലക്കുകൾ നമസ്കരിക്കുന്നതാണ് കാണുന്നത്. അസറിൻ്റെ സമയത്ത് തിരിച്ചു പോകുന്ന മലക്കുകൾ അവർ അസറിന് നമസ്കരിക്കുന്നതാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട്, ഈ ഒരു രൂപത്തിലുള്ള മറുപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ലൻ നഹാർ വ അമലുൻ നഹാരി ഖബ്ലൽ ലൈൽ. പകലിന് മുമ്പ് രാത്രിയുടെ കർമ്മങ്ങളും രാത്രിയുടെ മുമ്പ് പകലിലെ കർമ്മങ്ങളും അവനിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നാണ് ഇത് സംബന്ധമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പറയാൻ അതിനൊരു കാരണമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് തൻ്റെ അടിയാറുകളെക്കുറിച്ച് ചോദിക്കാൻ അതിനൊരു കാരണമുണ്ട് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. എവിടെയാണത്? സൂറത്തുൽ ബഖറ, ഖുർആനിലെ 2-ാം അധ്യായം. അവിടെ മനുഷ്യന്മാരുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു സൂക്തങ്ങളിലാണ് ഈ ചർച്ച വന്നിട്ടുള്ളത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്, ആദം നബി അലൈഹിസ്സലാമിയെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അന്നേരം ആ ഒരു ആയത്ത് നമുക്ക് കാണാം, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയമിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന, അള്ളാഹുവിനെ സദാസമയവും സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ്
ഭൂമിയിൽ രക്തം ചിന്തുന്ന, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന്. അതായത് ഇഖ്തിയാർ നൽകപ്പെട്ടിട്ടുള്ള, തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തെ അവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് മലക്കുകൾക്ക് മുമ്പേ അനുഭവമുള്ള ഒരു വിഷയമാണ്. കാരണം ഇതേ രൂപത്തിലുള്ള ഒരു സ്വഭാവം നൽകപ്പെട്ടുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ജിന്നു വർഗത്തിൽപ്പെട്ട ആളുകൾ. ആ ജിന്നു വർഗത്തിൽപ്പെട്ടവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി, രക്തം ചിന്തി, പ്രശ്നങ്ങളുണ്ടാക്കി പിന്നീട് അവരെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു ഹിസ്റ്ററി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നിലനിൽക്കുന്നത് കൊണ്ട് ഈ വിഷയ സംബന്ധമായിട്ട് ഇതുപോലെയുള്ള ഒരു സൃഷ്ടിപ്പ് വീണ്ടും എന്തിന് നടത്തണം എന്നുള്ളത് അള്ളാഹുവിനോട് ഈ മലക്കുകൾ ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാമെന്നാണ്. മലക്കുകൾക്കറിയാത്ത ചില കാര്യങ്ങൾ, ഈ വിഷയ സംബന്ധമായിട്ടുള്ള യുക്തി അത് അള്ളാഹുവിന് അറിയാമെന്നാണ്. ആ മലക്കുകളെ കൊണ്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, മനുഷ്യന്മാരെ മുഴുവനും അക്രമവാസികളായിക്കൊണ്ട് അധാർമികമായി പ്രവർത്തിക്കുന്ന, രക്തം ചിന്തുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് മനുഷ്യന്മാരെ മുഴുവൻ എഴുതിത്തള്ളാൻ സാധിക്കുകയില്ല. ഈ മനുഷ്യന്മാരിൽ നിന്നാണ് അമ്പിയാക്കന്മാരെ, പ്രവാചകന്മാരെ നിയോഗിക്കാൻ പോകുന്നത്. ഈ മനുഷ്യന്മാരിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച സിദ്ദീഖീങ്ങളായിട്ടുള്ള, സത്യസന്ധന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാകാൻ പോകുന്നത്. ഈ മനുഷ്യന്മാരിൽ നിന്നാണ് ശുഹദാക്കളായിട്ടുള്ള, രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകാൻ പോകുന്നത്. ഈ മനുഷ്യന്മാരിൽ നിന്നാണ് സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാകാൻ പോകുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾ മനുഷ്യന്മാരിൽ നിന്നാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല, എനിക്ക് സൂക്ഷ്മമായിട്ട് അതറിയാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ഏതവസ്ഥയിലാണ് എൻ്റെ അടിയാറുകളെ നിങ്ങൾ വിട്ടേച്ചു വന്നത്? അന്നേരം മലക്കുകൾ പറയും, അവർ നിസ്കരിക്കുകയായിരുന്നു എന്ന്. അതേ മലക്കുകളോട് വീണ്ടും ചോദിക്കുന്നു, ഏതവസ്ഥയിലാണ് അവർ നിങ്ങൾ കണ്ടുമുട്ടിയത്? അവർ നിസ്കരിക്കുകയായിരുന്നു എന്ന്. അതായത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും തൻ്റെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗത്തെ അവിടെ മനുഷ്യന്മാരിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് മലക്കുകൾക്ക്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരിലുള്ള മുഴുവൻ ആളുകളും രക്തം ചിന്തുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവർ അല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തെറ്റുകൾ പറ്റാം മനുഷ്യന്മാരാണ്. ആ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അവരെന്തു ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ അത് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും മാന്യനായിട്ടുള്ള വ്യക്തി തെറ്റുകൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തൗബ ചെയ്തു മടങ്ങുക എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നുള്ളതാണ്. ആ ഖേദം പ്രകടിപ്പിക്കുന്നതെല്ലാം മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ ഖേദം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രകടിപ്പിക്കും തോറും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ്. അവിടെയാണ് ഒരു വിശ്വാസി റമദാൻ മാസത്തിൽ ശരിക്ക് ജാഗ്രതയോട് കൂടിയിട്ട് പ്രവർത്തിക്കേണ്ടത്. ഏത് അമലാണ് ഇന്ന് എൻ്റെ അമലുകളിൽ വാനലോകത്തേക്ക് ഉയർന്നിട്ടുള്ളത്? രണ്ട് സമയങ്ങളിലായിട്ട് നമ്മളുടെ അമലുകൾ ഓരോ ദിവസവും ഉയർന്നു പോകും എന്നുണ്ട് എങ്കിൽ ഏത് നല്ല ഒരു പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എൻ്റേത് ഇന്നത്തെ ദിവസം പോയിട്ടുള്ളത് എന്ന് ചിന്തിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് അതിനെക്കുറിച്ചൊരു ഭയമുണ്ടാകുമ്പോഴാണ് ഹൃദയത്തെ നമ്മുടെ സ്രഷ്ടാവിലേക്ക് തിരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തരത്തിൽ വല്ല തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കി തിരുത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുക. അതില്ല എങ്കിലോ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളിൽ അകപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ, ആ പാപങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാപങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് ഖേദിച്ചു മടങ്ങാൻ റമദാൻ മാസത്തിലും അതല്ലാത്തപ്പോഴും ഒക്കെ സാധിക്കേണ്ടതുണ്ട്. ഏതൊരു അമലുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും, ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ഏതൊരു കർമ്മം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അതിൻ്റെ കൂടെയൊക്കെ നമുക്കൊരുപാട് പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. ആ പ്രാർത്ഥനകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണേ, എനിക്ക് നീ പുറത്തു തരണേ എന്നുള്ള ഭാഗമായിരിക്കും. ഈ പുറത്തു തരൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഭൂമിയിൽ
അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഏതൊരു തെറ്റിൻ്റെ പുറകിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു പിടുത്തം ഈ ഭൂമിയിൽ, ഒരു ഞെരുക്കം ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് പ്രയാസങ്ങൾ ഭൂമിയിൽ നേരിട്ട് കഴിഞ്ഞാലും ആ പ്രയാസങ്ങൾക്കുള്ള ഒരു പരിഹാരമായി കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, മഴ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരു സ്ഥലത്ത് മഴ ലഭിക്കുന്നില്ല, ആ മഴ തീരെ ലഭിക്കുന്നില്ല, വരൾച്ചയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്, മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു നിസ്കാരമുണ്ട്. സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്നാണ് അതിന് പറയുക. ആ സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിക്കുമ്പോൾ അവിടെ എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമസ്കാരത്തിലുള്ളത്? മുഴുവൻ പശ്ചാത്തപിക്കലാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം പ്രാർത്ഥിക്കുന്നതാണ് ഈ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്തു പോയിട്ടുള്ള ആ പാപങ്ങൾ കാരണം ഞങ്ങൾക്ക് മഴ തടഞ്ഞു വെക്കല്ലേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദുരിതം നീങ്ങാൻ അത് കാരണമാക്കും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഇത് സംബന്ധമായിട്ട്. ഇമാം ലഹാക്ക് റഹിമഹുല്ലാ പറഞ്ഞതായിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാ മിൻ അഹദിൻ തഅല്ലമൽ ഖുർആന സുമ്മ നസിയഹു ഇല്ലാ ബിദംബി യുഹ്ദിസു. ഖുർആൻ പഠിച്ച ഒരാൾ പിന്നീട് അത് മറന്നുപോയിട്ടുണ്ട് എങ്കിൽ അത് അവൻ ചെയ്തിട്ടുള്ള പാപം കാരണമാണ് എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്തിനാണ്? അത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് ജീവിതത്തിൽ പഠിച്ച് പകർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊന്നും ഉപകാരപ്പെടാത്ത രൂപത്തിലേക്ക് ഖുർആൻ മറന്നുപോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അവൻ ചെയ്ത പാപം കാരണമാണ് എന്ന്. അപ്പോൾ ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ജീവിതത്തിലുണ്ടാകും, സ്വന്തത്തിലുണ്ടാകും, കുടുംബത്തിലുണ്ടാകും, അത് സമൂഹത്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് എല്ലാ മേഖലകളിലേക്കും ബാധകമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, അതായത് വലിയ പണ്ഡിതനാണ് ഹസനുൽ ബസ്രി, അദ്ദേഹം താബീങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. താബീങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവാചകൻ്റെ അനുചരന്മാരെ നേർക്ക് നേരെ കാണാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ്. അങ്ങനെ ആ പ്രവാചകൻ്റെ അനുചരന്മാരിൽ നിന്ന് മതം പഠിക്കാൻ അവസരം കിട്ടിയ ആളുകളാണ്. അങ്ങനെ പ്രസിദ്ധനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഖിയാമുൽ ലൈൽ രാത്രിയിൽ നിന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത്. ഒളു എടുക്കാനുള്ള, രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കാനുള്ള വെള്ളമൊക്കെ കരുതി വച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇവിടെ അന്ത്യയാമങ്ങളിൽ 1/3 കഴിഞ്ഞാൽ ആ അവസാന സമയത്ത് അവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിനോട് തൻ്റെ ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് എന്തുകൊണ്ടാണ് എഴുന്നേൽക്കാൻ സാധിക്കാത്തത്? എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് എഴുന്നേൽക്കാൻ, നമസ്കരിക്കാൻ, പക്ഷേ എനിക്കത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലയോട് ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ദുനൂബുക ഖൈദതുക് എന്നാണ്. നിൻ്റെ പാപങ്ങൾ ചങ്ങലക്കിട്ടിരിക്കുകയാണ് എന്ന്. നിൻ്റെ പാപങ്ങൾ ചങ്ങലക്കിട്ടിരിക്കുകയാണ് എന്ന്. അതായത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തൗഫീക്ക് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുകയില്ല. പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നന്മയിൽ മുന്നേറാനുള്ള ഒരു തൗഫീക്ക് തടയപ്പെടുന്ന ഒരു അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം, നമ്മളുടെ ജീവിതത്തിൽ അത് കുടുംബപരമായിട്ടുള്ള പ്രശ്നമാകാം, വൈയക്തികമായിട്ടുള്ള ചില ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടുന്ന വിഷയങ്ങളാകാം, അതല്ലെങ്കിൽ നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമാകാം, ഏതുമാകട്ടെ, ഭൗതികമായിട്ട് നമ്മൾ നേരിടുന്ന എന്തൊരു പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങളുടെ ഒരു കാരണം തിരക്കി പോകുന്നത് പണ്ഡിതന്മാർ പറയുന്നത് പുറകോട്ട് തിരിഞ്ഞു നോക്കാനാണ്. എന്താ പുറകോട്ട് തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം? അതിൻ്റെ താല്പര്യം നിങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ എന്താണ് എന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ. ആ തിരിഞ്ഞു നോക്കലിൽ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളെ മനസ്സിലായി കഴിഞ്ഞാൽ ആത്മാർത്ഥമായിക്കൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ട് ഖേദിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അപ്പോഴോ നമ്മളുടെ പ്രയാസങ്ങളെല്ലാം നീങ്ങി അതെല്ലാം വളരെ വൃത്തിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന
അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഗൗരവത്തോടുകൂടി ഈ വിഷയ സംബന്ധമായ കാര്യങ്ങളിൽ പഠിപ്പിക്കുന്നു. നമ്മൾ തൗബ ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു ആപത്ത് നമുക്ക് ഇറങ്ങുന്നുണ്ട് എങ്കിൽ മനുഷ്യന്മാർ ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങൾ മൂലമാണ്, പാവങ്ങൾ മൂലമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ 4ാം ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ വലാ റുഫിഅ ഇല്ലാ ബിതൗബത്തിൻ. എന്തെങ്കിലും പാപം കാരണമായിട്ടല്ലാതെ ഒരു നാശം ഈ ഭൂമിയിലേക്ക് ഇറങ്ങണില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരു പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരു നാശം നമുക്ക് വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാപങ്ങൾ കാരണമാണ് എന്നർത്ഥം. തൗബ ചെയ്യുന്നതിലൂടെയല്ലാതെ ആ നാശം ഉയർത്തപ്പെടുകയില്ല എന്നാണ്. അതായത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരു ദുരിതം അത് നീങ്ങിപ്പോയി അതിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അത് തൗബ ചെയ്യുന്നതിലൂടെ, പശ്ചാത്തപിക്കുന്നതിലൂടെ മാത്രമാണ് അത് സാധ്യമാവുകയുള്ളൂ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അശ്ശൂറയിലെ 30-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞതിന്, ആ പറഞ്ഞ വിഷയങ്ങളോട് വളരെ യോജിപ്പുള്ള ഒരു കാര്യം, അതല്ലെങ്കിൽ ആ ഖുർആനിലൂടെ പറഞ്ഞ വിഷയത്തെ അതിൽ നിന്ന് മനസ്സിലാക്കിയ പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു അധ്യാപനം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് ഏതൊരു ആപത്ത് ബാധിക്കുന്നതായാലും അത് നിങ്ങളുടെ കരങ്ങൾ, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചിട്ടുള്ളത്. പലതിനെ സംബന്ധിച്ചും അവന് മാപ്പ് നൽകുകയാണ് എന്ന്. മനുഷ്യന്മാർ പ്രവർത്തിക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. അതൊക്കെ ഒരുപാട് സമയങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് അത് നീട്ടിത്തരികയാണ്. എല്ലാറ്റിനും അപ്പോൾ പിടിച്ചുകൊണ്ട് അവിടെ അതിനുള്ളൊരു ശിക്ഷ നമുക്ക് നൽകുന്നില്ല. അത് കൃത്യമായിട്ട് ഖുർആനിലെ 16-ാം അധ്യായമായ സൂറത്തു നഹ്ലിലെ 61-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മനുഷ്യരുടെ അക്രമത്തിനനുസരിച്ചു കൊണ്ട് അല്ലാഹു മനുഷ്യന്മാരെ പിടികൂടുകയാണ് എങ്കിൽ ഈ ഭൂമിയുടെ മീതെ യാതൊരു ജീവജന്തുവും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒന്നിനെയും ബാക്കി വെക്കുന്ന അവസ്ഥയുണ്ടാവുകയില്ല. പക്ഷേ ഒരു നിർണയിക്കപ്പെട്ട ഒരു അവധി വരെ ഒരു സാവകാശം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് ഒഴിവാക്കി തന്നിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാർ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ കാരണം നമ്മൾ ഈ ഭൂമിയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പാപങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് അത് മനസ്സിലാക്കി നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സ്രഷ്ടാവിലേക്ക് ഹൃദയത്തെ തിരിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പരിഹാരം. അങ്ങനെ പശ്ചാത്തപിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാൻ അത് കാരണമാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിനൊക്കെയുള്ള ഒരു നമ്മളെ പാകപ്പെടുത്തിയെടുക്കുന്ന, അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടി ആത്മാർത്ഥമായി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള ഒരു മാനസികമായിട്ടൊരു വിശാലത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുതരാൻ വേണ്ടി, നമ്മളതിന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാസമാണ് റമളാൻ മാസം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മാസം ആ ഒരു നിലക്ക് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തി മാനസാന്തരപ്പെട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി ഒരു നല്ല വിശുദ്ധിയോടുകൂടിയിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.